ആദ്യമായി ഉടമ്പടി എടുത്തത് 13/9/2024 ഉടമ്പടി ചെയ്യാനുണ്ടായ കാരണം ഇതെൻ്റെ സഹോദരനായ എൻ്റെ കുഞ്ഞണ്ണനാണ്. അണ്ണന് ക്യാൻസറായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം മെയ് ജൂൺ ആയപ്പോഴത്തേക്കും ഒരു കടുത്ത പല്ലുവേദനയെ തുടർന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരിതിൽ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ബയോപ്സിക്ക് അയച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും അണ്ണന് ചെയ്യാൻ പറ്റുകയുള്ളെന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ഈ ബയോപ്സി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ മുമ്പ് എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാമെങ്കിലും എനിക്ക് ഈ പ്രാർത്ഥന എന്താണെന്നോ അല്ലെങ്കിൽ ഉടമ്പടി കാര്യങ്ങൾ എന്താണെന്നോ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ പേര് പറയാൻ മറന്നുപോലെ ക്ഷമിക്കണം. എൻ്റെ പേര് സബിതയാണ്. അപ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്ന് ഒന്നും അറിയത്തില്ല. ഞാൻ പണ്ട് കാലം തൊട്ട് മാതാവിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാലും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഏതൊരു ഇതും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അണ്ണൻ ഇതായപ്പോൾ തന്നെ ഞാൻ പറയും, എൻ്റെ മാതാവേ എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഉടമ്പടി ചെയ്തോളാം, എൻ്റെ അണ്ണനൊരു കുഴപ്പമുണ്ടായിരുന്നെന്ന് പറഞ്ഞ്. എന്നിട്ട് അവിടെ ബയോപ്സിക്ക് അയച്ചപ്പോഴത്തേക്ക് 15 ദിവസം കഴിയാതെ റിസൾട്ട് വരത്തുള്ളൂ, അപ്പോഴേ ഇതിനെക്കുറിച്ച് എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. അപ്പോൾ മാതാവിനോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു, മാതാവ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ശരിയാക്കി തരണേന്ന് പറഞ്ഞ് 15 ദിവസം പറഞ്ഞത് മാതാവിനെ വിളിച്ച് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3-ൻ്റെ അന്ന് കോട്ടയത്ത് ഡോക്ടർ വിളിച്ച് പറഞ്ഞ് സജീവൻ്റെ റിസൾട്ട് വേണ്ടിക്കൊണ്ട് ഇവിടെ വന്നെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ നാക്ക് ഇച്ചിരി ഇതായതുകൊണ്ട് ക്യാൻസറിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞ് അത് പിന്നെ അവിടെ ചെയ്യാൻ പറ്റത്തില്ല, തിരുവനന്തപുരം RCCയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടെയാണ് അണ്ണനെ കൊണ്ടുപോയത്. അപ്പോഴും ഞങ്ങൾക്ക് തിരുവനന്തപുരം എന്ന് കേട്ടപ്പോഴത്തേക്ക് അവിടെ എത്താണ്ടുള്ള മാനസികാവസ്ഥയും സാമ്പത്തികവും ഞങ്ങൾക്ക് ഒട്ടുമില്ലായിരുന്നു. ഇതാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നാട്ടുകാർ കഴിവിൽ പരമാവധി സഹായിച്ചാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അപ്പോഴും ഇവിടെ വന്ന് മാതാവിനോടും തിരുകുമാരോടും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച്, അമ്മ മാതാവേ എൻ്റെ അണ്ണൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് എപ്പോൾ നോക്കിയാലും പ്രാർത്ഥന. എനിക്കാണെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അറിയില്ല, വിശ്വാസ പ്രമാണം അറിയത്തില്ല, എന്നാലും മാതാവിന് എൻ്റെ ജീവനാണ്, ഞാൻ ജീവൻ്റെ ജീവനായി എപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെ പറഞ്ഞതിൻ്റെ ഇതായിട്ട് തിരുവനന്തപുരം RCC ചെന്നപ്പോഴത്തേക്കും ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് മാതാവിൻ്റെ വെഞ്ചരിച്ച തൈലം, പിന്നെ ഇവിടെയാണ് താടിയിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് മാതാവിൻ്റെ വെഞ്ചരിച്ച തൈലവും തേനും ഉപ്പുമൊക്കെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുകയും കണ്ണുനീരോട് പ്രാർത്ഥന അറിഞ്ഞുകൂടെ പോലും ഞാൻ നല്ല ശരിക്കും മാതാവിനോട് ഹൃദയം പൊട്ടി തന്നെ കരഞ്ഞ് പറയുമായിരുന്നു, മാതാവേ എൻ്റെ അണ്ണന് ഞങ്ങളുടെ അത്താണിയാണ്, എൻ്റെ അമ്മച്ചിക്ക് 10-15 വർഷമായിട്ട് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളതാണ്, എൻ്റെ അമ്മച്ചീനെ നോക്കണത് ഞങ്ങളെ പെങ്ങാമരൊക്കെ നോക്കണം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക വരുമാനമായ എൻ്റെ അണ്ണനൊന്നും വരുത്തരുത് അമ്മ മാതാവി എന്നും പറഞ്ഞ് ഹൃദയം പൊട്ടി തന്നെ വിളിക്കുമായിരുന്നു. വിളിച്ച് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് പിന്നെ താടിയിൽ കട്ട് ചെയ്യണം, നാക്ക് കട്ട് ചെയ്യണം, ഇവിടെ നിന്ന് ദശ എടുത്ത് വായുടെ അകത്ത് വെക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല. ഞാൻ നാക്കിനെക്കുറിച്ചൊന്നും മാതാവിനോട് ഞാൻ പരാതിപ്പെട്ടില്ല, മാതാവിനോട് നാക്കിൻ്റെ വരെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ എൻ്റെ അണ്ണന് താടിയിൽ മാതാവെ തൊടിയിക്കരുതെന്ന് ഞാൻ കിടന്ന് കരഞ്ഞ രീതിയിൽ പറഞ്ഞ്. അതായത് എൻ്റെ അണ്ണന് താടിയിൽ പോകാൻ ഞങ്ങൾക്ക് ആ ഒരവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. എനിക്ക് എൻ്റെ അണ്ണനെ എങ്ങനെ നോക്കണമെന്ന് തിരക്കണമെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പിന്നെ അഡ്മിറ്റാക്കി. ഒക്ടോബറിലായിരുന്നു അണ്ണൻ്റെ സർജറി. അപ്പോഴും ഡോക്ടർമാർ 5 ദിവസം ഡെയിലി വന്ന് ഇങ്ങനെ പരിശോധിച്ചിട്ട് പോകുമ്പോഴും പറയും പിന്നെ താടിയിൽ കട്ട് ചെയ്യണം, നാക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ അണ്ണന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ കൊന്ത പിടിച്ചിട്ട് ഞാൻ പറയും, ഇല്ല അത് സംഭവിക്കത്തില്ല, താടിയെല്ലാം ഞാൻ തൊടാൻ എൻ്റെ അമ്മ മാതാവ് സമ്മതിക്കലെന്ന് ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിച്ച്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഞാൻ എല്ലാവരും ഉടമ്പടി എടുക്കുന്ന പറഞ്ഞിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. എന്നാൽ പോലും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച്, അമ്മ മാതാവേ ഞാനൊരു കുഞ്ഞൊരു കളിപ്പാട്ടത്തിന് വേണ്ടി എങ്ങനെ ഒരു അമ്മേനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, അതുപോലെ ഞാൻ ആ തിരുവനന്തപുരം RCC മുട്ടേ കിടന്ന് കരഞ്ഞ് എൻ്റെ അമ്മ മാതാവ് എൻ്റെ അണ്ണനെ പിന്നെ ഈ തൊടരുത്, താടിയിൽ തൊടിയിക്കാതെ എൻ്റെ അണ്ണന് ഓപ്പറേഷത്തിൻ്റെ അകത്ത് ഡോക്ടർമാരുടെ കൂട്ടത്തിൽ അമ്മ മാതാവും തിരുകുമാരും കൂടി നിന്ന് വേണം ചെയ്യാനെന്ന് ഞാൻ കണ്ണുനീരോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓപ്പറേഷത്തിന് കയറ്റിയപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഓപ്പറേഷത്തിന് കയറ്റുന്ന സമയത്തും ഞാൻ അണ്ണന് വിശ്വാസ പ്രമാണം
പ്രാർത്ഥിക്കുമ്പോൾ തെറ്റിപ്പോവും. എന്നാലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം ഇവിടെയൊക്കെ വരച്ച് പിന്നെ അവിടെ പോണതിന് മുമ്പ് അച്ഛനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പോയത്. ഇവിടെ വന്ന് നല്ല ശരിക്കും ഞാൻ എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രാർത്ഥനയും കാരുണ്യം എന്താ ഒന്നും അറിയത്തില്ലല്ലോ. എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ അണ്ണന് ഈ ഒരു പുനർജന്മം ഇങ്ങോട്ട് തന്ന ഞാൻ എൻ്റെ ആയുസ് തീർന്നവരെ ഉടമ്പടിയിൽ ജീവിക്കാമെന്ന് ഞാൻ മാതാവിനോട് നേർന്നു. അങ്ങനെ സർജറിക്ക് കയറ്റിയപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ പറഞ്ഞില്ല ഇത് സംഭവിക്കത്തില്ല. നാക്ക് എന്താണ് ഞാൻ നാക്കിനെക്കുറിച്ച് ചോദിക്കാറുണ്ടെന്ന് എനിക്കറിയത്തില്ല. നാക്ക് ആ ഒരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കും. അപ്പോഴും ഞാൻ ബ്രഹ്മമാതാവേ, ഡോക്ടർ ഇപ്പോഴും പറയണത് പിന്നെ താടിയിൽ കട്ട് ചെയ്യുന്ന. പക്ഷെ ഞാൻ ഇപ്പോഴും അമ്മേനെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, താടിയിൽ തൊടത്തില്ലെന്ന് ഒറ്റ ഇതിൽ ഞാൻ ആ ഒരു വിശ്വാസത്തിൽ തന്നെ പിടിച്ചുകൊണ്ട് നിന്ന്. അങ്ങനെ ഓപ്പറേഷത്തിന് 1-ാം തീയതി ഒക്ടോബർ കയറ്റി, ഉച്ചക്ക് കയറ്റി ഒരു 6-7 മണിയായപ്പോൾ ഞങ്ങൾ മുട്ടി നിന്ന് ഞാനവിടെ എനിക്ക് പ്രാർത്ഥന അറിയത്തില്ലെങ്കിലും ഞാൻ എൻ്റെ അമ്മേനെ അറിയാവുന്ന രീതിക്ക് വിളിച്ച് ചങ്ക് പൊട്ടി തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് 6-6:30 ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് സജീവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പറഞ്ഞതുപോലെ താടിയെല്ലൊന്നും ചെയ്യേണ്ടി വന്നില്ലെന്ന് പറഞ്ഞ ആ ഒരവസ്ഥയിൽ RCC കിടന്ന് ഞാൻ തുള്ളിച്ചാടി. എൻ്റെ അമ്മ ഞാൻ ഇതേ ചോദിച്ചോളൂ, നാക്ക് ഞാൻ എന്താണെന്ന് ചോദിച്ചില്ല, പക്ഷേ താടിയെല്ലൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ്. പക്ഷേ നാക്കിൻ്റെ അവസ്ഥ കൊണ്ട് കട്ട് ചെയ്ത് ആളിന് കഴിഞ്ഞ മാസമാണ് ട്യൂബ് എടുത്തത്. ഇപ്പം മാർച്ച് 13-ാം തീയതി ഞങ്ങൾ 6 മാസത്തോളം ട്യൂബിട്ട് വായി കൂടെയാണ് കൊടുത്തത്. എന്നാലും ഇതിൻ്റെ ഒരു വേദന ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞില്ല. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലുകയും ബെഞ്ചരിച്ച തൈലം പിന്നെ തേച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ ഭക്ഷണത്തിൽ ഉപ്പും തേനും എല്ലാം ചേർത്ത് 2, 3, 4 നേരം കൊടുത്ത് അമ്മയോട് എപ്പോഴും മുട്ടയിലായി കരഞ്ഞ്. ഇങ്ങനെയൊന്നുമല്ല, ഞാനിപ്പോൾ ഇവിടെ കയറിയപ്പോൾ അമ്മേനോടൊരു ആവശ്യമേ പറഞ്ഞില്ല, അമ്മ മാതാവേ എനിക്ക് കരഞ്ഞാൽ സംസാരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്നെ കരയിപ്പിക്കരുത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അണ്ണൻ്റെ രൂപം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. തീരെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇതിന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. RCCയിൽ 1.5 മാസം റേഡിയേഷൻ ഉണ്ടായിരുന്നു 30. പക്ഷെ തുടക്കത്തിൽ പറഞ്ഞ് ഹീമോ ചെയ്യാവുന്നത്രയും ചെയ്യണം, ചെയ്തിട്ട് പിന്നെ അത് കുറഞ്ഞാലേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ പറഞ്ഞില്ല അമ്മ മാതാവേ അധികമൊന്നും ഹീമോ ചെയ്യേണ്ടി വരരുതെന്ന് പറഞ്ഞു. അപ്പോഴും ഡോക്ടർ 1 മാസത്തിലേറെ പറഞ്ഞ് എല്ലാ ദിവസവും ഹീമോയൊക്കെ ചെയ്യണമെന്ന്. ഞാൻ അപ്പോഴും മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഹീമോ എന്താണെന്നോ റേഡിയേഷൻ എന്താണെന്നോ എനിക്കൊന്നും അറിയത്തില്ല, എന്നാലും അമ്മ മാതാവ് ഹീമോ 1-ലധികം അതിൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആ ഒരെണ്ണത്തിൽ തന്നെ ചെയ്തു. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ അമ്മ മാതാവ് ഇടപെട്ടെന്ന് പറഞ്ഞാൽ ഹീമോ ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര ക്ഷീണം ഛർദിലെല്ലാം ഉണ്ടായി. അപ്പോഴും ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ മാതാവേ എൻ്റെ അണ്ണന് ആരോഗ്യം ഒട്ടുമില്ല, എൻ്റെ അണ്ണന് അവിടെ നിന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവിടെ ആ ഒരു റൂമിൽ എത്രത്തോളം ആൾക്കാരുണ്ടെന്ന് എനിക്കറിയത്തില്ല ഹീമോ ചെയ്യാൻ. എന്നാലും അവിടെ കയറിയതിൽ ഫസ്റ്റ് ഹീമോ കഴിഞ്ഞ് ഇറങ്ങിയതും അണ്ണൻ സാധാരണ രീതിക്ക് ഒരു മനുഷ്യൻ എങ്ങനെ സാധാരണ രീതിക്ക് ഇറങ്ങും ആ ഒരു രീതിക്കാണ് എൻ്റെ അണ്ണൻ പുറത്തോട്ട് ഇറങ്ങിയത്. അമ്മ മാതാവിന് ഞാൻ ആ നിമിഷം ഞാൻ ആ ആശുപത്രി മുട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞ് നന്ദി പറഞ്ഞ്. പിന്നെ സർജറിയും കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ 6 മാസം ട്യൂബ് എടുക്കണം, ജീവിതകാലം മുഴുവനും ഈ ഒരു ഇതാണെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഞാൻ അപ്പോഴും മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാർച്ച് 13-ാം തീയതി പിന്നെ ഇതിന് ചെക്കപ്പിന് ചെല്ലാൻ ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ തലേദിവസം പറയും, അമ്മ മാതാവേ ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്ക് അമ്മയില്ലാതെ ആരുമില്ല, നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരം വരെ എത്തിയത്. ഇനി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചിക്ക് എന്നെ നോക്കാനും ഞങ്ങളെ നോക്കാനും ആരുമില്ല. അതുകൊണ്ട് അമ്മ മാതാവ് 1 രൂപക്ക് പോലും അവിടെ ഒരു ചെക്കപ്പും ചെയ്യരുതെന്നും പറഞ്ഞ് ഞാൻ അമ്മ മാതാവേ കൂട്ടത്തിലുണ്ടാകണമെന്നും പറഞ്ഞാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ ട്യൂബ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോഴും അണ്ണന് വായു കൂടെ കഴിക്കാൻ പറ്റില്ല, വായു കൂടെ കഴിക്കുക. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് വായു കൂടെ കഴിച്ചാലല്ലേ പിന്നെ ട്യൂബ് എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പറ്റത്തില്ല. ഞാൻ പറയും മാതാവിന് നല്ലപോലെ ഉപ്പും തേനും നല്ല രീതിക്ക് തന്നെ എല്ലാ നേരവും ഇങ്ങനെ കൊടുക്കണ ഭക്ഷണത്തിൽ ചേർത്തുകൊണ്ടിരുന്ന് അതിൻ്റെ അത്ഭുതം ഒന്നാണെന്ന് എനിക്ക് ആണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എൻ്റെ അണ്ണന് ഈ ഒരു രോഗത്തിൻ്റെ ആയിട്ടുള്ള ഒരു വേദനയോ അസ്വസ്ഥതയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെയെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ ചോദിച്ചെന്താ എന്ന് വെച്ചാൽ ഇതെന്താണ് ഇത്ര നാളായിട്ട് ട്യൂബ് എടുക്കാത്തതെന്നാണ്. ഞാൻ എനിക്കെന്ത്
പറയണമെന്നറിയാൻ പാടാതെ പോയി. നമ്മൾ ട്യൂബുമായിട്ട് തിരിച്ച് വീട്ടിലെത്തും. ഇപ്പോഴും എൻ്റെ അണ്ണൻ ഇങ്ങനെ ട്യൂബിൽ കഴിയും. അവസാനം വരെ എൻ്റെ അണ്ണൻ ആ ഒരു അവസ്ഥയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ പിന്നെ എൻ്റെ അണ്ണൻ അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ല, മരുന്ന് കഴിക്കേണ്ട, പിന്നെ എന്ത് ജോലിക്ക് വേണേലും പോകാം, ഇനി കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ കോടാനുകോടി നന്ദി ഞാൻ അമ്മ മാതാവിന് തിരുകുമാരനും പറഞ്ഞ്. എനിക്ക് ഒരു 10-15 വർഷം, അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് നല്ല തലവേദനയാണ്. ഞാൻ കയറാത്ത ആ ഹോസ്പിറ്റലില്ല, കഴിക്കാത്ത മരുന്നില്ല. ഈ ഉടമ്പടി ചെയ്യണതിന് മുമ്പ് അടുത്തുള്ള തുറവൂർ ഹോസ്പിറ്റലിൽ പോയി 4 ഇഞ്ചക്ഷൻ എടുത്തിട്ടും എനിക്ക് തലവേദനക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. പക്ഷേ പിന്നെ 4ാമത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ചേട്ടാ ചേച്ചിന് ഇനി ഇവിടെ ശരിയാവും തോന്നണില്ല, എറണാകുളത്താ വണ്ടാനത്താ കൊണ്ടുപോകാൻ പറഞ്ഞ്. അപ്പം തന്നെ ഉടമ്പടിയുടെ ഇതായിട്ട് ഞാൻ മാതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എനിക്ക് തലവേദന മാറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഇപ്പം ഈ ഉടമ്പടി എടുത്തിട്ട് 6ാമത്തെ മാസം ഇന്ന് വരെ ഈ തലവേദനയുടെ പേരിൽ ഞാൻ ഒരു മരുന്ന് കഴിക്കുക, ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം മേടിച്ച് ഹോസ്പിറ്റലിലും വീടുകളിലും പ്രാർത്ഥിച്ച് എൻ്റെ അണ്ണന് കിട്ടിയ സൗഖ്യം, എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളും ഞാൻ പറഞ്ഞിട്ടേ അമ്മ മാതാവിൻ്റെ വിളിച്ച് 100 നന്ദി അവരോട് പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. പിന്നെ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അണ്ണൻ ട്യൂബ് ഇട്ടിട്ട് രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി 10 മണി വരെ ട്യൂബിലായതുകൊണ്ട് അരമണിക്കൂർ കൂടുമ്പോൾ ഭക്ഷണങ്ങൾ കൊടുക്കണം, വേറെ ആരുമില്ല. അമ്മ ഇപ്പുറത്ത് 85 വയസ്സോളമുള്ള പ്രായമായതുകൊണ്ട് അതിൻ്റെ അവസ്ഥ, അതുകൊണ്ട് എനിക്ക് പുറത്തു പോയി ഒരു കാരുണ്യ പ്രവൃത്തിയും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ അണ്ണനും പിന്നെ അമ്മച്ചിക്കും കിട്ടിയ അനുഗ്രഹങ്ങൾക്കും എല്ലാത്തിനും ഞാൻ നന്ദി മാതാവിന് തിരുകുമാരനും പറഞ്ഞിട്ട് എൻ്റെ സാക്ഷി ഞാൻ നിർത്തുന്നു. മത്തായി 15:28 സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. സബിത സുരേഷ് എന്ന ഈ സഹോദരി തൻ്റെ ആങ്ങളയുടെ ക്യാൻസർ രോഗ ചികിത്സയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഡോക്ടർമാർ നാവും താടിയെല്ലും ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്ന രീതിയിൽ നിർദ്ദേശം പറയുമ്പോൾ സഹോദരി പൂർണ്ണമായി കണ്ണീരോടെ ശരണപ്പെട്ട് സംശയമില്ലാതെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ താടിയെല്ലിന് യാതൊരു കോട്ടവുമില്ലാതെ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി തരണം എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത്. ഡോക്ടർമാർ അവസാന നിമിഷം വരെയും താടിയെല്ലും നാവും കളയണം, അത് നാവ് മുറിക്കുകയും താടിയെല്ല് കട്ട് ചെയ്യുകയും വേണമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലേക്കും അങ്ങനെ കടത്തുമ്പോഴും അതിന് തൊട്ടു മുമ്പ് ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ സൈത്തുപൂശി ബലപ്പെടുത്തി പ്രാർത്ഥിച്ച് സൗഖ്യം ലഭിക്കുമെന്ന പ്രത്യാശ നൽകി സാക്ഷ്യപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബത്തെ തിരിച്ചയക്കുന്നുണ്ട്. ഏറെ ദാരിദ്ര്യത്തിലും ക്ലേശത്തിലും തിരുവനന്തപുരത്ത് RCCയിൽ ചികിത്സ ആയിരുന്ന കുടുംബം ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർമാർ തിരികെ വന്നിട്ട് നാവ് മാത്രം ഒരല്പം കട്ട് ചെയ്യേണ്ടി വന്നുള്ളൂ, മറ്റൊന്നും വേണ്ടി വന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ സന്തോഷമാണ് ഈ കുടുംബം ഇന്നിവിടെ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം ഒത്തിരി നാൾ കീമോയും റേഡിയേഷനും വേണമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. ഒത്തിരി നാൾ ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കേണ്ടി വരും, അത്ര വേഗത്തിൽ രോഗം സൗഖ്യപ്പെടുന്നതല്ല എന്നും കുടുംബത്തിന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. സഹോദരി വാക്കുകളിൽ പല ആവർത്തി നമ്മളോട് പറഞ്ഞു, ഉടമ്പടി തൈലം, ഉടമ്പടി തേൻ, ഉടമ്പടി ഉപ്പ് അവ ചേർത്തല്ലാതെ ഞാനൊന്നും എൻ്റെ സഹോദരന് കൊടുത്തിട്ടില്ല. അവ എപ്പോഴും ഉള്ളിൽ കൊടുത്തുകൊണ്ട് ഞാൻ തന്നെയാണ് ഡോക്ടർമാരോട് ട്യൂബ് മാറ്റ്, ഇത് വായിലൂടെ തന്നെ ഭക്ഷിച്ചുകൊള്ളും, അതിന് എൻ്റെ അമ്മ മാതാവ് സഹായിക്കും എന്ന ബോധ്യത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയും അങ്ങനെ കഠിന ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ട്യൂബ് പൂർണ്ണമായി മാറ്റി സാധാരണ ജീവിതത്തിലേക്ക്, നല്ല ആരോഗ്യത്തിലേക്ക്, സൗഖ്യത്തിലേക്ക് ഈ സഹോദരൻ കടന്നു വന്നതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, മരുന്നും ലേപനവുമായി ഔഷധമായി ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ നമുക്കത് അങ്ങനെ തന്നെ പരിണമിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. കണ്ണീരോടെ ദൈവസന്നിധിയിലേക്ക് ഏത് പ്രാർത്ഥന കൊടുത്താലും അത് ഹൃദയത്തിൽ വിശ്വസിച്ചുറപ്പിച്ച് ഇത് ദൈവം ഇടപെട്ട ഈ നിമിഷം ഈ വിഷയത്തിൽ എനിക്ക് പരിഹാരമാക്കി തരുമെന്ന് നല്ല ഉറപ്പോടുകൂടിയാണ് നാം നൽകുന്നതെങ്കിൽ അതിന് ദൈവസന്നിധിയിൽ സ്വീകാര്യതയും ജീവിതത്തിൽ അതിൻ്റെ ഫലവും ലഭിക്കുമെന്ന് സഹോദരി വാക്കുകളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയെയും
ഏതൊരു ഭാരപ്പെട്ട വിഷയത്തെയും, ഏതൊരു അസാധ്യമെന്ന് പറയുന്ന വിഷയത്തെയും അമ്മ മാതാവിലൂടെ ഈശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് അവ സുസാധ്യമാക്കി തരുവാൻ, ഭാരം ലഘൂകരിച്ച് തരുവാൻ, അവസാനം ചികിത്സ മുഴുവനും ശുഭകരമാക്കി ജീവിതത്തെ ദൈവനാമം മഹത്വപ്പെടുത്തും വിധം വിലയുള്ളതാക്കി തരുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.